കാർഷിക വാർത്തകൾ. യൂറോപ്പിൽ നിന്നും ഡിമാൻഡ് ഉയർന്നു. കുരുമുളക് വിപണിയിൽ ആഹ്ലാദം. പ്രതീക്ഷ നൽകാതെ ഏലവും റബ്ബറും. വിയറ്റ്നാം കുരുമുളകിനും വെള്ളക്കുരുമുളകിനും വില ഉയർത്തി. യൂറോപ്യൻ വാങ്ങലുകാരിൽ നിന്നുള്ള ഡിമാൻഡ് മുൻനിർത്തിയാണ് നിരക്ക് വർദ്ധിപ്പിച്ചത്. വിവിധ ഇനം കുരുമുളകിന് 7100 മുതൽ $7300 ആവശ്യപ്പെടുന്നത്. വെള്ളക്കുരുമുളകിന് വില $10100 ഉയർത്തി. ഈസ്റ്ററിന് മുന്നോടിയായി തിരക്കിട്ടുള്ള വിദേശ കച്ചവടങ്ങളാണ് കുരുമുളക് വില ഉയർത്താൻ കയറ്റുമതി മേഖലയെ പ്രേരിപ്പിച്ചത്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് 68,800 രൂപയിൽ വിപണനം നടന്നു. ഹൈറേഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് ഏലം കർഷകരും വാങ്ങലുകാരും. രാജ്യാന്തര വിപണിയിൽ ഗ്വാട്ടിമാല ഏലത്തിന്റെ സ്വാധീനം കുറഞ്ഞതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യൻ ഏലത്തിന് കൂടുതൽ അന്വേഷണങ്ങൾ എത്തുന്നുണ്ട്. ശരാശരി ഇനങ്ങൾക്ക് വിദേശ ഡിമാൻഡ് ഉയർന്നെങ്കിലും ലേലത്തിൽ ഉൽപ്പന്ന വിലയിൽ കാര്യമായ ഉണർവ് സംഭവിച്ചില്ല. വിൽപ്പനയ്ക്കിറങ്ങുന്ന ചരക്കിൽ ഭൂരിഭാഗവും വിറ്റഴിയുകയാണ്. മാസാന്ത്യം വരെ വരണ്ട കാലാവസ്ഥ തുടർന്നാൽ ഉൽപ്പന്ന വിലയിൽ തിരിച്ചുവരവിന് അവസരം ലഭിക്കുമെന്ന നിഗമനത്തിലാണ് വൻകിട തോട്ടങ്ങൾ. ചെറുകിട കർഷകർ അവരുടെ ഉൽപ്പന്നത്തിൽ വലിയ പങ്ക് ഇതിനകം തന്നെ വിറ്റുമാറിയ അവസ്ഥയിലാണ്. ബുധനാഴ്ചയിലെ 2 ലേലങ്ങളിലായി മൊത്തം 57,607 കിലോ ചരക്ക് വിറ്റു. രാജ്യാന്തര റബ്ബർ വിപണി അല്പം തളർന്നു. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര രംഗത്ത് വാങ്ങൽ താൽപര്യം ചുരുങ്ങിയത് വിലയെ ബാധിച്ചു. ഇതിനിടയിൽ ജാപ്പാനീസ് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചതും നിക്ഷേപകരെ റബ്ബറിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ബാങ്കോക്കിൽ ഷീറ്റ് വില കിലോ 208 രൂപയായി താഴ്ന്നു. ഉത്തരേന്ത്യൻ വ്യവസായികൾ ചരക്ക് സംഭരണത്തിന് കാണിച്ച ആവേശം പിന്നീട് ദൃശ്യമായില്ല. വിദേശത്തു നിന്നുള്ള പ്രതികൂല വാർത്തകൾ തന്നെയാണ് തിരക്കിട്ടുള്ള വാങ്ങലുകളിൽ നിന്നും അവരെ ചെറിയ അളവിൽ പിന്തിരിപ്പിച്ചത്. 4ാം ഗ്രേഡ് കിലോ 200 രൂപയിലെത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ഉള്ളി സോയാബീൻ കയറ്റുമതിയിൽ സർക്കാർ ഇടപെടുന്നത് കുറയ്ക്കണമെന്ന കർഷക സംഘടനകൾ. ഉള്ളിയുടെ കയറ്റുമതി തീരുവ കുറയ്ക്കുകയും സോയാബീൻ മീൽ കയറ്റുമതി വർദ്ധിപ്പിക്കാനുമുള്ള നടപടികൾ ഉറപ്പാക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ഉൽപാദനത്തിനുണ്ടായ വർധന മൂലം വിലയിടിവിൽ നട്ടം തിരികെയാണ് ഉള്ളി സോയാബീൻ കർഷകർ. ഉള്ളിയുടെ കയറ്റുമതി തീരുവ കുറയ്ക്കണമെന്നാണ് പ്രധാന ആവശ്യം. സോയാബീനിൽ നിന്നുള്ള സോയാ മീൽ കയറ്റുമതിക്ക് കൂടുതൽ പിന്തുണ ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ കർഷകർക്ക് സോയാബീൻ വില ഉറപ്പാക്കാൻ ഭക്ഷ്യെണ്ണയുടെ ഇറക്കുമതി തീരുവ 20% വർദ്ധിപ്പിച്ചിരുന്നു. നിലവിൽ അടിസ്ഥാന താങ്ങുവിലയ്ക്ക് താഴെയാണ് വില. സോയാബീൻ മീലിന്റെ കയറ്റുമതിക്ക് മഹാരാഷ്ട്ര സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2022-23 അപേക്ഷിച്ച് രാജ്യത്തെ ഉള്ളി കയറ്റുമതി 2023-24 52% കുറവ് രേഖപ്പെടുത്തിയത്. സോയാബീൻ മീൽ കയറ്റുമതി 23% രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. കർണാടകയിലെ അടയ്ക്കാത്തോട്ടങ്ങൾക്ക് 37 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. അടയ്ക്കയെ ബാധിക്കുന്ന രോഗനിയന്ത്രണത്തിന് വേണ്ടിയാണ് തുക. രോഗബാധ ചെറുക്കാൻ കർണാടക സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന് 37 കോടി രൂപയാണ് കേന്ദ്രം നൽകിയത്. 2024-25 വാർഷിക കർമ്മ പദ്ധതിയുടെ പതിവ് ധനസഹായത്തിന് പുറമെയാണിത്. രാജ്യത്തെ അടയ്ക്ക ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്താണ് കർണാടക. 10 ലക്ഷം ടൺ അടയ്ക്കയാണ് സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിലുള്ള സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ നിന്നും അടയ്ക്കയുമായി ബന്ധപ്പെട്ട ഗവേഷണ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുണ്ടെന്നും കേന്ദ്ര കൃഷി വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. ജനിതക റബ്ബർ കൃഷി നടപ്പാക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി. കേരളം ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. നാഷണൽ കൺസോർഷ്യം ഓഫ് റീജിയണൽ ഫെഡറേഷൻസ് ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികൾ സർക്കാരിന് സമർപ്പിച്ച നിവേദനത്തിന് മറുപടിയായാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കൃഷി പൂർണ്ണമായും സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും. എന്നാൽ വർഷങ്ങളായി ഇതിനോട് മുഖം തിരിച്ച സമീപനമാണ് കേരളത്തിനുള്ളത്. 2021 അസമിലും 2024 ത്രിപുരയിലും ജനിതകമാറ്റം വരുത്തിയ റബ്ബർ നട്ടുവളർത്തൽ ആരംഭിച്ചിട്ടുണ്ട്. പരമ്പരാഗത റബ്ബർ തോട്ടങ്ങൾ നവീകരിക്കുന്നതിന് ചെലവേറെയാണ്. റബ്ബറിന്റെ വിലയിൽ അനുദിനം കുറവുണ്ടാകുന്നതും വെല്ലുവിളിയാണ്. തോട്ടങ്ങൾ കീടബാധ വേറെയും. ഉൽപാദന ചെലവ് താങ്ങാനാകാത്ത അവസ്ഥയിലാണ് പല പരമ്പരാഗത റബ്ബർ തോട്ടം ഉടമകളും. ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി. പൈനാപ്പിളുകൾക്ക് ഗൾഫ് വിപണിയിൽ പ്രിയമേറുന്നു. എറണാകുളം ജില്ലയിലെ വാഴക്കുളം പൈനാപ്പിളിനാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും അന്വേഷണങ്ങൾ എത്തുന്നത്. 2 ആഴ്ച കൊണ്ട് 2 ലോഡ് പൈനാപ്പിളുകളാണ് കപ്പൽ മാർഗം ഗൾഫിലെത്തിയത്. ഒമാനിലേക്കായിരുന്നു ആദ്യ ഷിപ്പിംഗ്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കയറ്റുമതിക്ക് ഫലം കണ്ടെന്നാണ് തുടരെയുള്ള ഗൾഫ് ഓർഡറുകളിൽ നിന്നും വ്യക്തമാകുന്നത്.
കപ്പൽ മാർഗം പൈനാപ്പിളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്താൻ 8 ദിവസങ്ങൾ വേണം. മുൻപ് വിമാനമാർഗമായിരുന്നു ചരക്ക് കൈമാറ്റം. ഇതിന് ചെലവേറെയാണ്. കയറ്റുമതി സജീവമായതോടെ വില വർദ്ധിക്കാനും തുടങ്ങിയിട്ടുണ്ട്. വേനൽ ചൂടും റമസാൻ നോമ്പുമാണ് ഡിമാൻഡ് ഉയർത്തിയത്. കുറഞ്ഞ ഗ്രേഡിലുള്ള പൈനാപ്പിളിന് വരെ ആവശ്യക്കാരുണ്ട്. സ്പെഷ്യൽ ഗ്രേഡ് പൈനാപ്പിളിന്റെ റീറ്റെയിൽ വില 100 രൂപയോളമാണ്. കഴിഞ്ഞ 1 വർഷത്തോളമായി വിലയിൽ ഇടിവുണ്ടായിട്ടില്ല. ഭൗമസൂചിക പദവിയുള്ളതാണ് വാഴക്കുളം പൈനാപ്പിൾ. ഇതിന്റെ രുചിയും ഗുണവും മണവും മറ്റൊന്നിനുമില്ലെന്നാണ് കർഷകരുടെ പക്ഷം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റെക്കോർഡ് വിലയിലും ഇന്ത്യയുടെ കാപ്പി കയറ്റുമതിയിൽ വർധന. 10 മാസം കൊണ്ട് രേഖപ്പെടുത്തിയത് 40% വർധന. കഴിഞ്ഞ ഏപ്രിൽ മുതൽ ഫെബ്രുവരി വരെയുള്ള 10 മാസക്കാലം രാജ്യത്തിന്റെ കാപ്പി കയറ്റുമതി 40% വർദ്ധിച്ച് 13,475 കോടി രൂപയിലെത്തി. മുൻവർഷം കയറ്റുമതി 90,070 കോടി രൂപയായിരുന്നു. വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരി മാസത്തിലെ കയറ്റുമതി മൂല്യം 22% വർദ്ധിച്ച് $178.68 മില്യൺ ആയിട്ടുണ്ട്. ഇന്ത്യൻ കാപ്പിയുടെ പ്രധാന ഉപഭോക്താക്കൾ ഇറ്റലിയാണ്. 19.01% ഇവിടേക്കുള്ള കയറ്റുമതി. 12.42% ജർമ്മനിയും 5.76% റഷ്യയും ബെൽജിയവുമാണ് തൊട്ടുപിന്നിൽ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് പ്രധാന കാപ്പി ഉൽപ്പാദക രാജ്യങ്ങളായ വിയറ്റ്നാമിലും ബ്രസീലിലും ഉൽപ്പാദനം കുറഞ്ഞു. ഇതാണ് വിലവർധനയിലേക്ക് നയിച്ചത്. കാപ്പി ഉൽപ്പാദക രാജ്യങ്ങളിൽ 7ാം സ്ഥാനത്താണ് ഇന്ത്യ. കയറ്റുമതിയിൽ 5ാം സ്ഥാനത്തും. രാജ്യത്ത് ഏതാണ്ട് 3.5 ലക്ഷം ടൺ കാപ്പിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിന്റെ 2/3 ഇന്ത്യ കയറ്റുമതി ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുളക് വ്യാപാരികളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ SpiceExtra.in വിപുലീകരിക്കുന്നു. കൂടുതൽ പ്രദേശങ്ങളിൽ പുതിയ പ്ലാറ്റ്ഫോമുകൾ ആരംഭിച്ചുകൊണ്ട് സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഗുണ്ടൂർ, ഖമ്മം, വാറങ്കൽ, മധ്യപ്രദേശിലെ ചില മേഖലകൾ എന്നിങ്ങനെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് SpiceExtra.in. 5 വർഷത്തിനുള്ളിൽ പാൻ ഇന്ത്യൻ നെറ്റ്വർക്ക് സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇതിലൂടെ കൃത്യതയും സമഗ്രമായ കവറേജും ഉറപ്പാക്കും. നിലവിൽ കർണാടകയിൽ മാത്രമാണ് SpiceExtra.in ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഹംപാലി ട്രേഡേഴ്സിന്റേതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. കർണാടകയിലെ ഹുബ്ബള്ളിയിൽ പ്രവർത്തിക്കുന്ന 54 വർഷം പഴക്കമുള്ള മുളക് വ്യാപാരികളാണ് ഹംപാലി ട്രേഡേഴ്സ്. ഉണക്കമുളകിന്റെ ഗവേഷണത്തിനും വികസനത്തിനുമായി സഹായിക്കുക എന്നതാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പ്രധാന ലക്ഷ്യം. പ്ലാറ്റ്ഫോം വഴി ഉണക്കമുളകിന്റെ വിൽപ്പനയിൽ മാറ്റം വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ പയർ, പരിപ്പ് വിഭാഗങ്ങളിലെ ഇറക്കുമതി ഉയർന്നു. $5 ബില്യൺ വർധനയാണ് രേഖപ്പെടുത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പയർവർഗ ഇറക്കുമതി $5 ബില്യൺ ഉയർന്നത്. തുവരപ്പരിപ്പ്, കടല എന്നിവയാണ് ഇന്ത്യ കൂടുതലായി ഇറക്കുമതി ചെയ്തത്. വാണിജ്യ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ ഫെബ്രുവരി കാലയളവിൽ പയർവർഗ ഇറക്കുമതി 42,629 കോടിയായിരുന്നു. കഴിഞ്ഞ വർഷം 26,318 കോടി രൂപയായിരുന്നു. ഏതാണ്ട് 62% വർധന. കടലയ്ക്കും പയറിനും ഉയർന്ന വിലയാണുള്ളത്. ഇത് കൂടിയ അളവിൽ വാങ്ങുന്നതാണ് ഇറക്കുമതി മൂല്യത്തിലും പ്രതിഫലിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഉൽപാദന കമ്മി മൂലം പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ സർക്കാർ പിൻവലിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. റബ്ബർ RSS 4 231, RSS 5 226, ലാറ്റക്സ് 157, ജാതിക്ക 270, ജാതിപത്രി 1800 മുതൽ 2100 വരെ, ഗ്രാമ്പു 920, അടയ്ക്ക 260, കാപ്പിക്കുരു 275, കൊക്കോ പരിപ്പ് 650, കുരുമുളക് ഗാർബിൾഡ് 70,800, കുരുമുളക് അൺഗാർബിൾഡ് 68,800, ഏലയ്ക്ക 2,600 മുതൽ 2,650 വരെ, വെളിച്ചെണ്ണ 24,500, കൊപ്ര 17,400, ചുക്ക് 22,500,